ഉറുഗ്വേ താരം അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ? ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചോദ്യമാണിത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിൽ താൻ സന്തുഷ്ടനാണ്. എന്നാൽ ഇതുപോലെ മോശം സീസൺ വരുമ്പോൾ പുനരാലോചനകൾ നടത്തേണ്ടി വരുമെന്ന ലൂണയുടെ വാക്കുകൾ ആരാധകർക്ക് ആശങ്ക പടർത്തിയിരുന്നു. ഇപ്പോൾ അഡ്രിയാൻ ലൂണയുടെ ഭാവിയിൽ ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിന്റെ നിർണായക തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റല കൊച്ചിയിലെത്തിയത്. 1 വർഷത്തെ കരാറിലാണ് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. പുതിയ സൈനിങ്ങുകൾ, നിലവിലെ ടീമിലുള്ള കളിക്കാരുടെ ഭാവി എന്നിവയിൽ ഡേവിഡ് കാറ്റല ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തി നിർണായക തീരുമാനങ്ങൾ എടുക്കും. 2027 വരെയാണ് ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത്. എന്നാൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാൻ താൻ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിൽ പോസിറ്റീവായ ഉത്തരം നൽകാൻ ലൂണ തയ്യാറായിരുന്നില്ല. മറ്റ് ESL ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ എത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് വിടുന്ന തീരുമാനത്തിലേക്ക് ലൂണ എത്താനുള്ള സാധ്യത കൂടുതലാണ്. 2021 അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ഓസ്ട്രേലിയൻ ക്ലബ്ബായ മെൽബൺ സിറ്റിയിൽ നിന്നെത്തിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ജനറൽ എന്ന പേര് സ്വന്തമാക്കിയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച കളിക്കാരുടെ പട്ടിക എടുത്താൽ അതിൽ മുൻപിൽ ലൂണയുടെ പേരുണ്ടാവും. 75 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ ബൂട്ട് കിട്ടിയത്. നേടിയത് 13 ഗോളുകൾ, 23 അസിസ്റ്റുകളും ലൂണ നൽകി. കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗ്രൗണ്ടിൽ എല്ലാം നൽകി കളിക്കുന്ന ലൂണയെയാണ് ആരാധകർ കണ്ടിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരം ഹോർമി പാമിനെ ക്ലബ് വിടാൻ അനുവദിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഉയർന്ന തുകയാണ് ഹോർമി പാമിന്റെ ട്രാൻസ്ഫറിനായി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റ് ക്ലബ്ബുകളുടെ മുൻപിൽ വെച്ചിരിക്കുന്നതെന്നും സൂചനകളുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.